പെട്ടെന്ന് എല്ലാവരും ടിമ്മിനെയും ഒലീവിയെയും നോക്കുന്നു. അവർക്ക് ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ 2 വർഷം മുമ്പ് ഗർഭിണിയായിരിക്കുമ്പോൾ തനിക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് ഒലീവിയ പറയുന്നു. എന്നാൽ ടിമ്മിന് ഇതുവരെ അത് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല. ഇത് കേട്ട ഉടൻ വിഷമം സഹിക്കാനാകാത്ത ടിം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും അവർ രക്ഷപ്പെടാനുള്ള വഴി തേടാൻ ആരംഭിക്കുന്നു. എല്ലാവരോടും ടിം ഫ്രെഡ്മാന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തെങ്കിലും ഡോക്യുമെന്റ്സോ റിനോവേഷനെ സംബന്ധിച്ചുള്ള പ്ലാനുകളോ ഉണ്ടോ എന്ന് തേടാൻ ആവശ്യപ്പെടുന്നു. ഇതേ സമയം ഒലീവിയയും ലിയയും ചേർന്ന് ആന്റണ് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസ് എല്ലാം പരിശോധിക്കുകയാണ്. യൂറി ഒഴിച്ച് ബാക്കി എല്ലാവരും ഓരോരോ കാര്യങ്ങൾ തേടുന്നു. എന്നാൽ യൂറി പുറത്തേക്ക് കിടക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നു. പെട്ടെന്ന് ടിം ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. അവിടെയുള്ള എല്ലാ ഫ്ലാറ്റും ഒരുപോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ഫ്ലാറ്റിലെ മുറി പോലെയല്ല ഫ്രെഡിന്റെ മുറി. വളരെയധികം വലിപ്പം കുറഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ അവിടെ ഒരു സീക്രട്ട് റൂം ഉള്ളതായി ടിം കണ്ടുപിടിക്കുന്നു. എല്ലാവരെയും അമ്പരിപ്പിച്ച് ടിം ആ സീക്രട്ട് റൂം തുറക്കുന്നു. എന്നാൽ ആ റൂമിനുള്ളിൽ എല്ലാ ഫ്ലാറ്റിലെയും ഒളിപ്പിച്ചിരുന്ന CCTV ക്യാമറകൾ കണക്ട് ചെയ്ത ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. എല്ലാ ഫ്ലാറ്റിലെയും ദൃശ്യങ്ങൾ അതിൽ സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കമ്പ്യൂട്ടർ പരിശോധിക്കാൻ ആരംഭിക്കുകയാണ് ടിം. കമ്പ്യൂട്ടറിലൂടെ അവിടെ എങ്ങനെയാണ് ആ മതിൽ ഉണ്ടായതെന്ന് അവർ കാണുന്നു. അവിശ്വസനീയമായ രീതിയിലാണ് പെട്ടെന്നൊരു മതിൽ അവിടെ ഉണ്ടാകുന്നത്. ആന്റണിന്റെ റൂമിൽ പരിശോധിച്ചുകൊണ്ടിരുന്ന ലിയയ്ക്ക് ആന്റണിന്റെ മരണത്തിൽ ഒരു ദുരൂഹത തോന്നുന്നു. അതിനാൽ തന്നെ ആന്റണിന്റെ ശരീരം പരിശോധിക്കുകയാണ് ലിയ. അയാളുടെ കഴുത്തിൽ ആരോ വരിഞ്ഞു മുറുക്കിയ പാടുകൾ ലിയ കാണുന്നു. ആരോ ആന്റണിനെ കഴുത്തു ഞെരിച്ച് കൊന്നതാണെന്ന് ലിയയ്ക്ക് മനസ്സിലായി.